പടിയൂരിൽ അമ്മയും മകളും മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ്. വ്യാജ പരാതിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായും പരാതി. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഭിന്നശേഷി യുവാവിനോട് റെയിൽവേ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്ന പരാതി. നരിക്കുനി സ്വദേശിയായ രണേഷ് രാം പ്രസാദാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഭിന്നശേഷിക്കാരുടെ കോച്ചിൽ ഭിന്നശേഷിക്കാർ അല്ലാത്തവർ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയതെന്നാണ് പരാതി. ഇക്കഴിഞ്ഞ ദിവസം 2-ാം തീയതിയാണ് നരിക്കുനി സ്വദേശിയായ ഭിന്നശേഷിക്കാരൻ രണേഷ് രാം പ്രസാദ് സഞ്ചരിച്ച ചെന്നൈ മംഗലാപുരം ട്രെയിനിലെ റെയിൽവേ ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം അനുഭവമുണ്ടായത്. ഭിന്നശേഷിക്കാരുടെ കോച്ചിൽ ഭിന്നശേഷിക്കാരല്ലാത്തവർ കയറിയത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു റെയിൽവേ പോലീസ് മോശമായി പെരുമാറിയതെന്ന് രണേഷ് രാം പ്രസാദ് പറയുന്നു. തന്നെ മണിക്കൂറുകളായി ചോദ്യം ചെയ്തു, വാദിയെ പ്രതിയാക്കി. ഫ്രണ്ട് ഡിസേബിൾ കോച്ചിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ വളരെ മോശമായ രീതിയിൽ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. നമ്മുടെ ഡിസേബിൾ കോച്ചിൽ അൺഡിസേബിളുകാർ കയറുന്നത് നിത്യസംഭവമാണ്. അങ്ങനെ പരാതികൾ കൊടുക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ അതിന് മുമ്പ് നമ്മുടെ ആധാർ കാർഡ് ഉൾപ്പെടെ ചോദിച്ചു. അങ്ങനെ ആധാർ കാർഡ് കൊടുക്കാതിരുന്നതിൻ്റെ ദേഷ്യം നമ്മുടെ വീഡിയോ അടക്കം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചും അങ്ങനെ എടുക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ആ റെയിൽവേ പോലീസ് ഓഫീസിലേക്ക് മണിക്കൂറുകളോളം നിർത്തുകയും അതായത് വാദി പ്രതിയാകുന്ന തരത്തിൽ സംഭവിച്ചു. താൻ അനുഭവിച്ച മാനസിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും രണേഷ് രാം പ്രസാദ് പരാതി നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ ഹോട്ടലുകളിൽ നിന്നും ബിരിയാണി വാങ്ങി പണം നൽകാതെ കടന്നുകളയുന്ന യുവാവ് അറസ്റ്റിലായി. പാലക്കാട് കറുകപ്പുത്തൂർ വെളുത്തവളപ്പിൽ വീട്ടിൽ ഷഹീർ കരീമാണ് പിടിയിലായത്. ഹോട്ടലുകളിൽ നിന്നും ബിരിയാണിയുമായി കടന്നുകളഞ്ഞ് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് ഷഹീർ കരീമിന്റെ രീതി. ഷൊർണൂർ പോലീസാണ് വ്യത്യസ്തമായ തട്ടിപ്പ് നടത്തുന്ന യുവാവിനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് ഷഹീർ കരീം എന്ന പ്രതി ഷൊർണൂരിലെ ഒരു ബേക്കറി സ്ഥാപനത്തിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ 350 പൊതി ബിരിയാണി വാങ്ങിച്ചത്. തുടർന്ന് ഇതിന്റെ വിലയായ 44,000 രൂപ അടുത്ത ദിവസം നൽകാമെന്ന് സ്ഥാപന ഉടമയോട് പറഞ്ഞ് കടന്നുകളയുകയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാതായതോടെ കടയുടമ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ചാലിശ്ശേരിയിൽ സമാന രീതിയിൽ ഒരു ഹോട്ടൽ ഉടമയിൽ നിന്ന് 36,000 രൂപയുടെ ബിരിയാണി വാങ്ങി കടന്നുകളഞ്ഞതായും പിന്നീട് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതായും കണ്ടെത്തി. പാലക്കാട്, മണ്ണാർക്കാട് തുടങ്ങിയവിടങ്ങളിലെ ഹോട്ടലുകളിലും പ്രതി ഹോട്ടൽ ഉടമകളെ കബളിപ്പിച്ച് ബിരിയാണിയുമായി മുങ്ങിയിട്ടുണ്ട്. അസുഖമായി കിടക്കുന്നവർക്ക് ചികിത്സാ സഹായവും നിർധനരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനുമാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് എന്ന പേരിലാണ് ആളുകളെ പ്രതി തെറ്റിദ്ധരിപ്പിക്കുന്നത്. 140 രൂപയ്ക്ക് കടയിൽ നിന്നും വാങ്ങുന്ന ബിരിയാണി ഇയാൾ 250 രൂപയ്ക്ക് ആളുകൾക്ക് മറിച്ചു വിൽക്കുകയാണെന്നും പോലീസ് പറയുന്നു. 160 രൂപ കിട്ടുന്ന ലാഭത്തിൽ നിന്നും 30 രൂപ ചാരിറ്റിക്ക് നൽകുമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, പാലക്കാട്. തിരുവനന്തപുരം കണ്ണാശുപത്രിയിൽ കണ്ണുമാറി കുത്തിവയ്പ്പെടുത്ത സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. കണ്ണിലെ നീർക്കെട്ട് കുറയാൻ നൽകുന്ന കുത്തിവയ്പ്പാണ് മാറി വലത് കണ്ണിന് നൽകിയത്. ഭീമാപ്പള്ളി സ്വദേശിനിയായ 59-കാരിയായ അസൂറ ബീവിക്കാണ് ചികിത്സ മാറി നൽകിയത്. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ചയുണ്ടായ സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടതു കണ്ണിന് എടുക്കേണ്ട കുത്തിവയ്പ് വലതു കണ്ണിന് എടുക്കുകയായിരുന്നു. കണ്ണിലെ നീർക്കെട്ട് കുറയാൻ നൽകുന്ന കുത്തിവയ്പ്പാണ് മാറി വലത് കണ്ണിന് നൽകിയത്. ആരോഗ്യവകുപ്പാണ് അന്വേഷണ വിധേയമായി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. ഭീമാപ്പള്ളി സ്വദേശിനിയായ 59-കാരിയായ അസൂറ ബീവിക്കാണ് ചികിത്സ മാറി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ സർക്കാർ കണ്ണാശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട്. ഇടതു കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലുള്ളതിനാലാണ് ചികിത്സ തേടിയത്.
തുടർന്ന് 3-ാം തീയതിക്ക് മുൻപ് കുത്തിവയ്പ് എടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2-ാം തീയതി ആശുപത്രിയിൽ എത്തുകയായിരുന്നുവെന്ന് അസൂറ ബീബിയുടെ മകൻ പറഞ്ഞു. ചികിത്സയിൽ സംഭവിച്ച ഒരു പിഴവാണ്. ഇന്നലെയായിരുന്നു ഓപ്പറേഷന് വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇഞ്ചക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഇടത് കണ്ണിലായിരുന്നു കംപ്ലയിൻറ്റ്. അങ്ങനെ ഇടത് കണ്ണ് ക്ലീൻ ചെയ്ത് മാറി വലത് കണ്ണിൽ ഇഞ്ചക്ട് ചെയ്യുമായിരുന്നു. ഒരു ഡോക്ടർക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു അലംഭാവമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2-ാം തീയതി ആശുപത്രിയിലെത്തി ഇടതു കണ്ണിന് കുത്തിവയ്പ് എടുക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതിനിടയിൽ കുത്തിവയ്പിന്റെ മരുന്ന് ആശുപത്രിയിൽ ഇല്ലാത്തതിനാൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരാൾക്ക് 6000 രൂപ ഗൂഗിൾ പേ ചെയ്ത് നൽകി മരുന്ന് വരുത്തിക്കുകയായിരുന്നുവെന്നും മകൻ പറയുന്നു. മരുന്ന് എത്തിയ ശേഷം നീർക്കെട്ടുള്ള ഇടതു കണ്ണിന് കുത്തിവയ്പ് എടുക്കേണ്ടതിന് പകരം ഡോക്ടർ വലതു കണ്ണിന് കുത്തിവയ്പ് എടുക്കുകയായിരുന്നു. ചികിത്സയിൽ വീഴ്ചയുണ്ടായതിനാലാണ് അന്വേഷണ വിധേയമായി ആരോഗ്യവകുപ്പ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം റീജിയണൽ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ നിഷേധം. 1.5 വർഷം ശസ്ത്രക്രിയ വൈകിപ്പിച്ച് യുവതിയുടെ കാഴ്ചശക്തി തകരാറിലാക്കിയതായി പരാതി. തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി സുനിതയോടാണ് സർക്കാർ ആശുപത്രിയുടെ ക്രൂരത. ചികിത്സ നൽകാത്തത് റെറ്റിന ശസ്ത്രക്രിയ ഉപകരണം പ്രവർത്തനരഹിതമായതിനാലെന്ന് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കണ്ണിൻ്റെ ബ്ലഡ് ഇറങ്ങിയിട്ടായിരുന്നു പ്രശ്നം. 3 ലൈസറിൻ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടേഴ്സ് എഴുതി തന്ന എല്ലാ ടെസ്റ്റും ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് അനുശേഷം കാണിച്ച് അതിനുശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പം വിളിച്ച് വരാൻ പറഞ്ഞ ഡേറ്റ് തന്നതിൻ്റെ 2 ദിവസത്തിന് മുന്നേ വിളിച്ച് പറഞ്ഞു മിഷ്യൻ കംപ്ലൈൻ്റ് ആണ്, ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിട്ട് വന്നാൽ മതി. 2023 ഓഗസ്റ്റ് 10-ാം തീയതിയാണ് തലവേദനയ്ക്ക് ചികിത്സ തേടി തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി സുനിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. കണ്ണിലെ പുറംപാളിയിൽ രക്തക്കട്ട രൂപപ്പെട്ടതിനെ തുടർന്ന് റീജിയണൽ കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്കായി മാറ്റുന്നു. 3 തവണ കണ്ണിന് ലേസർ ചികിത്സ ചെയ്തു. 2024 ഒക്ടോബർ 19-ാം തീയതി കണ്ണിലെ ശസ്ത്രക്രിയയ്ക്കായി അനസ്തേഷ്യ, ഹൃദയ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കി. ശേഷം ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുമ്പോഴാണ് ഓപ്പറേഷന്റെ പ്രധാന മെഷീൻ തകരാറിലാണെന്ന് ആശുപത്രി അധികൃതർ തന്നെ സുനിതയെ ഫോണിൽ വിളിച്ചറിയിക്കുന്നത്. ഇപ്പോൾ വീണ്ടും 6 മാസം വരെയായി. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, 3 മാസമായപ്പോൾ വിളിച്ചിട്ട് നമ്മോട് പറഞ്ഞു അത് മെഷീൻ കംപ്ലൈൻ്റ് ആണ്, ഉടനെ ശരിയായിട്ട് വിളിക്കാമെന്ന്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും 4 മാസമായി. അപ്പം നമ്മൾ ഇന്ന് ഈ ആശുപത്രിയിൽ വന്ന് നേരിട്ട് ഡോക്ടറെ അടുത്ത് ചോദിച്ചു, എന്താണ് ഡോക്ടറെ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത്, ഓപ്പറേഷൻ ചെയ്യില്ലെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയണ അതിപ്പോൾ മെഷീൻ കംപ്ലൈൻ്റ് ആയത് നമ്മളെന്ത് ചെയ്യാനാണ്, മെഷീൻ നന്നായാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആരുടെ അനാസ്ഥയാണ് ഇതെന്ന് നമുക്കറിയില്ല. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണോ അതോ ഇനി ഇവിടുത്തെ ഡോക്ടേഴ്സും കൂടെയുള്ള പ്രവർത്തകരും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാത്തതാണോ, അത് നമുക്ക് കൃത്യമായിട്ട് അറിയണ്ടേ. 3 തവണ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ നിന്നും വിളിച്ചറിയിച്ചെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലെ മെഷീൻ തകരാറ് കാരണം BP പരിശോധിച്ച് കണ്ണിൽ മരുന്നൊഴിച്ചും തിരികെ പറഞ്ഞയക്കുന്നതാണ് പതിവ് രീതി. 8 മണിക്ക് വരണമെന്ന് പറഞ്ഞ് പറഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസം വിളിച്ച് പറഞ്ഞ് മെഷീൻ കംപ്ലൈൻ്റ് ആണ്, ഇപ്പോൾ ഓപ്പറേഷൻ നടക്കൂല, മെഷീൻ ശരിയായതിന് ശേഷം വിളിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-3.5 മാസമായി, ഇതുവരെ അവർ വിളിച്ചില്ല. അപ്പോൾ അതിനുശേഷം എൻ്റെ കണ്ണിൽ വീണ്ടും ബ്ലഡ് ഇറങ്ങി, അങ്ങനെയാണ് വീണ്ടും ഞാൻ വന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ആശുപത്രിയിലെ ഓപ്പറേഷൻ മെഷീനുകളുടെ തകരാറ് പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ജില്ലയിലെ പ്രധാന ആശുപത്രിയിൽ അധികൃതർ സാധാരണക്കാരായ ജനങ്ങളോട് കാണിക്കുന്ന കനത്ത അനാസ്ഥയാണിത്. പ്രധാന ശസ്ത്രക്രിയകൾക്കായി തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നത് തമിഴ്നാടിനെയാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള മടക്കം ഇങ്ങനെയാണ്. പ്രതീക്ഷകളും മങ്ങി, കാഴ്ചകളും മങ്ങി. തിരുവനന്തപുരം റീജിയണൽ ഒഫ്താൽമോളജി ആശുപത്രിയുടെ അവസ്ഥയാണിത്. 5-ാം നിലയിലോട്ട് ചെന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല. ഇനിയെങ്കിലും സർക്കാരും ആരോഗ്യ വിഭാഗവും ഈ കണ്ണില്ലാത്ത ക്രൂരത അവസാനിപ്പിക്കണം. ക്യാമറമാൻ നിതിൻ എബിക്കൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. തൃശൂർ പടിയൂരിൽ അമ്മയും മകളും മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. പടിയൂർ സ്വദേശികളായ മണി, മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. രേഖയുടെ 2ാം ഭർത്താവ് പ്രേംകുമാറിനായി തെരച്ചിൽ തുടരുകയാണ്. കഴുത്ത് ഞെരിച്ചു കൊന്നതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിശദാംശങ്ങളുമായി
സനു കെ സജീവ് ചേരുകയാണ്. സനു, ഈ മരണം, രണ്ടുപേരുടെ മരണം കൊലപാതകം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രതിക്കായി എത്രത്തോളം തെരച്ചിൽ ഊർജിതവുമാണ്? സുരേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ വീട്ടിൽ നിന്ന് തൃശൂർ പടിയൂരിലുള്ള ഉള്ളിൽ നിന്നും അമ്മയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയിട്ടുള്ള ഒരു തെരച്ചിലും തുടർന്ന് ഇവരുടെ ഒരു ഇളയ മകളെ വിവരമറിയിച്ച് അവർ വന്ന വീടിന്റെ പിൻഭാഗത്തെ കതക് തുറന്നാണ് ഉള്ളിൽ പ്രവേശിച്ചത്. വീടിന്റെ ഹാളിൽ അമ്മയും ഉള്ളിലെ മുറിക്കുള്ളിലായിട്ട് മകളായിട്ടുള്ള രേഖയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏകദേശം 4 ദിവസത്തിലധികം ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് ആദ്യം കണ്ടെത്തിയത്. അതായത് വീടിനുള്ളിൽ വസ്ത്രങ്ങളടക്കം പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പോലീസിന് സംഭവം കൊലപാതകമാവാൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തെരച്ചിൽ നടത്തിയത്. തുടർന്നാണ് വീടിനുള്ളിൽ നിന്നും മകളായിട്ടുള്ള രേഖയുടെ മൃതദേഹത്തിന് സമീപത്തു നിന്നും ഇവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന തരത്തിൽ എഴുതിയിട്ടുള്ള ചില കുറിപ്പുകൾ പോലീസിനെ കണ്ടെത്തി. തുടർന്ന് ഇത് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇതൊരു ഇരട്ട കൊലപാതകം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും രേഖയുടെ രണ്ടാം ഭർത്താവായിട്ടുള്ള കോട്ടയം സ്വദേശിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ നേരത്തെ പരാതി നൽകിയിട്ടുണ്ടെന്ന് സഹോദരി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം ഏതാനും ദിവസം മുമ്പ് ഈ പടിയൂരിലുള്ളവരുടെ വീട്ടിലെത്തിയിരുന്നതായിട്ടും വിവരങ്ങൾ നാട്ടുകാർ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഈ രേഖയുടെ രണ്ടാം ഭർത്താവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ പുരോഗമിക്കുന്നത്. കഴുത്ത് ഞെരിച്ചാവാം കൊലപാതകം നടത്തിയെന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാരുള്ളത്. സനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രത്യേക പ്രോസിക്യൂട്ടർ വേണമെന്ന ആവശ്യത്തിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. സർക്കാരിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. അതുവരെ കേസിന്റെ വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ വധക്കേസിൽ പ്രത്യേക പ്രോസിക്യൂട്ടർ വേണമെന്ന ആവശ്യത്തിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സിംഗിൾ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. അതുവരെ കേസിന്റെ വിചാരണ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഷുഹൈബിന്റെ മാതാപിതാക്കളെ കൂടാതെ സംഭവത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ റിയാസ്, നൌഷാദ് എന്നിവരും ഇതേ ആവശ്യം ഹർജിയിലൂടെ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. CPM നേതൃത്വത്തിന്റെ അറിവോടെ കൊട്ടേഷൻ സംഘം നടത്തിയ ഹീനമായ കൊലപാതകമാണ് ഷുഹൈബിന്റേതെന്നും ആയതിനാൽ CPM സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറിൽ നിന്നും നീതി ലഭിക്കില്ലെന്നും കുടുംബം ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചിരുന്നു. ഷുഹൈബ് കേസിന്റെ വിചാരണയ്ക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുവാനായി 2025 മാർച്ച് 13 സർക്കാരിന് നൽകിയ അപേക്ഷയിൽ തീരുമാനം എടുത്തില്ലെന്നാരോപിച്ചായിരുന്നു ഹർജി. തുടർന്നാണ് ഈ അപേക്ഷയിൽ സർക്കാർ 6 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം. തലശ്ശേരി 3ാം അഡീഷണൽ സെഷൻസ് കോടതിയിലെ വിചാരണ നടപടികൾക്കാണ് അതുവരെ സ്റ്റേ. 2018 ഫെബ്രുവരി 12 യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ CPM അക്രമി സംഘം കൊലപ്പെടുത്തിയത്. ജനം, കൊച്ചി. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിയിൽ ഗുരുതര കണ്ടെത്തൽ. 1-ാം പ്രതി നൌഷാദും 2-ാം പ്രതിയും CWC ചെയർമാന്റെ ഓഫീസിലെത്തി കേസ് ഒത്തുതീർപ്പാക്കാനോ സ്വാധീനിക്കാനോ ശ്രമിച്ചുവെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തൽ. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ ഉത്തരവിലാണ് ഈ പരാമർശങ്ങൾ. കോന്നി ഡിവൈഎസ്പി SHO എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പ് ഉത്തരവിൽ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ചേർത്തിരിക്കുന്ന പ്രധാന പരാമർശങ്ങൾ ഇങ്ങനെ: 1-ാം പ്രതി നൌഷാദ് തോട്ടത്തിൽ, 2-ാം പ്രതി എന്നിവർ ചേർന്ന് കേസിന്റെ തുടക്കത്തിൽ CWC ഓഫീസിലെത്തി ചെയർമാനെ നേരിട്ട് കണ്ടു. കേസ് ഒത്തുതീർപ്പിനോ സ്വാധീനിക്കാനോ ശ്രമിച്ചു. അതിജീവിത ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ CWCക്ക് റിപ്പോർട്ട് പോലീസിന് കൈമാറേണ്ടി വന്നു. 10 ദിവസത്തിന് ശേഷമാണ് CWC റിപ്പോർട്ട് പോലീസിന് കൈമാറിയതെന്നും കണ്ടെത്തലുണ്ട്. ഇത് പ്രതികൾക്ക് ഗുണകരമായെന്നും വിലയിരുത്തൽ. 1-ാം പ്രതിയുടെയും ഭാര്യയുടെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാണ് കേസ് അട്ടിമറി ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തിയത്. കേസിന്റെ തുടക്കത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയതിനാണ് വകുപ്പുതല അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം കോന്നി ഡിവൈഎസ്പി രാജപ്പൻ D, CI ശ്രീകാന്ത് P എന്നിവരെ സസ്പെൻഡ് ചെയ്തത്.
ഒന്നാം പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകനും UDF കാലത്തെ ഗവൺമെന്റ് പ്ലീഡറുമായിരുന്ന നൌഷാദ് തോട്ടത്തിലിനെ സംരക്ഷിക്കുന്ന വിധമായിരുന്നു പോലീസ് അന്വേഷണമെന്ന പരാതിയിലാണ് വകുപ്പുതല ആഭ്യന്തര അന്വേഷണം നടത്തിയത്. മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പിടികൂടാൻ പോലും പോലീസ് ശ്രമിച്ചിരുന്നില്ല. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം നേടുകയായിരുന്നു. 17-കാരിയെ അതിജീവിതയുടെ ബന്ധുവിന്റെ സഹായത്തോടെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ജനം, പത്തനംതിട്ട. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതി സുഗാന്ത് സുരേഷുമായി പോലീസ് നെടുമ്പാശ്ശേരിയിൽ തെളിവെടുപ്പ് നടത്തി. സുഗാന്ത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. IB ഉദ്യോഗസ്ഥ മേഘയുമായി ഇവിടെ വെച്ച് പലതവണ കൂടിക്കാഴ്ച നടത്തിയതായി സുഗാന്ത് മൊഴി നൽകി. ാണ് പേട്ട പോലീസ് പ്രതി സുഗാന്ത് സുരേഷുമായി നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പിനായി എത്തിയത്. കഴിഞ്ഞ ജനുവരി മുതൽ സുഗാന്ത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ IB ഉദ്യോഗസ്ഥയായ മേഘ എത്തിയിരുന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. IB ഉദ്യോഗസ്ഥ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലും ഇന്നലെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. യുവതി ആത്മഹത്യ ചെയ്ത ശേഷം സുഗാന്ത് ഒളിവിൽ പോയതും ഇവിടെ നിന്നാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് സുഗാന്ത് പോലീസിൽ കീഴടങ്ങിയത്. തുടർന്ന് റിമാൻഡിലായ പ്രതിയെ തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായാണ് 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഗാന്തിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. സുഗാന്ത് വിവാഹ വാഗ്ദാനം നൽകി IB ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായും പിന്നീട് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുമുണ്ട്. കഴിഞ്ഞ മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം IB ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഗാന്ത് മാനസികവും ശാരീരികവുമായി യുവതിയെ പീഡിപ്പിച്ചതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി. പണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രമുഖ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരനെ വധഭീഷണി. മുംബൈയിലെ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ അയച്ച കത്തിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ചികിത്സാ പിഴവിൽ പെൺകുട്ടി മരിക്കാൻ ഇടയായെന്നും നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഭീഷണി. ഡോക്ടർ ഗംഗാധരന്റെ പരാതിയിൽ മരട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മെയ് 17-നാണ് ഡോക്ടർ VP ഗംഗാധരന് ഭീഷണി കത്ത് ലഭിച്ചത്. ഡോക്ടറുടെ ചികിത്സാ പിഴവിൽ പെൺകുട്ടി മരിക്കാൻ ഇടയായെന്നും തുടർന്ന് കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തെന്നുമാണ് കത്തിലെ ആരോപണം. സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് എന്ന പേരിലാണ് കത്ത് അയച്ചിരിക്കുന്നത്. നീതി തേടി പെൺകുട്ടിയുടെ പിതാവ് തങ്ങളെ സമീപിച്ചത് പ്രകാരമാണ് ഇടപെടലെന്നാണ് കത്തിൽ സംഘം ആവശ്യപ്പെടുന്നത്. ബിറ്റ്കോയിനായി 8.25 ലക്ഷം രൂപ ബ്ലഡ് മണിയായി നൽകണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. കത്തിൽ നൽകിയ ലിങ്ക് അല്ലെങ്കിൽ QR കോഡ് വഴി പണം അയക്കണം. പണം നൽകിയില്ലെങ്കിൽ ഡോക്ടറെയോ കുടുംബാംഗങ്ങളെയോ ദാരുണമായി കൊല ചെയ്യുമെന്ന് കത്തിൽ ഭീഷണിയുണ്ട്. മുംബൈയിൽ നിന്നും ഓർഡിനറി തപാൽ വഴിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഡോക്ടറുടെ പരാതിയിൽ ഭീഷണിപ്പെടുത്തൽ, വധഭീഷണി, പണം തട്ടിയെടുക്കാൻ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈബർ സെൽ തപാൽ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചാണ് അന്വേഷണം. ജനം, കൊച്ചി. എറണാകുളം ജില്ലാ ജയിലിൽ ഗുണ്ടാ നേതാക്കൾക്ക് വിരുന്ന്. ജയിൽ വെൽഫെയർ ഓഫീസറുടെ വിരമിക്കൽ ചടങ്ങിലാണ് ഗുണ്ടാ നേതാക്കളും പങ്കെടുത്തത്. ജയിലിൽ നിന്നും ഭക്ഷണം കഴിച്ച് മടങ്ങിയ ഗുണ്ടകൾ റീൽസും ചിത്രീകരിച്ചു. സംഭവത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 31-ന് ജയിലിലെ വെൽഫെയർ ഓഫീസറുടെ വിരമിക്കൽ ചടങ്ങിലാണ് ഗുണ്ടാ നേതാക്കളും അതിഥികളായി എത്തിയത്. ജയിലിലെത്തിയ ഗുണ്ടകൾ ചടങ്ങിൽ പങ്കെടുക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇതിനിടെ ജയിലിലേക്ക് ഇവർ വരുന്നതും പോകുന്നതും ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ജയിലിന്റെ അകത്തായിരുന്നു ഗുണ്ടകളുടെ റീൽസ് ചിത്രീകരണം. വിരമിച്ച ഉദ്യോഗസ്ഥന്റെ ക്ഷണപ്രകാരമാണ് ഗുണ്ടകൾ ജയിലിലെത്തിയത്. ഇവർ ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി സൗഹൃദം പങ്കിടുന്നതും റീൽസിൽ കാണാം. ദൃശ്യങ്ങൾ ഗുണ്ടാ നേതാക്കൾ തന്നെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതോടെയാണ് വിവാദമായത്. പിന്നീട് ഇത് സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്തു. സംഭവത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുണ്ടാ നേതാക്കൾ സന്ദർശകരായാണ് ജയിലിലെത്തിയതെന്നും ഇക്കാര്യം ജയിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ അനൌദ്യോഗിക വിശദീകരണം. ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാ നേതാക്കളുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വിവരങ്ങൾ നേരത്തെയും പുറത്തു വന്നിരുന്നതാണ്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജയിലിലെ റീൽസ് ചിത്രീകരണം. കിരൺകുമാർ, ജനം, കൊച്ചി. കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലെ സാംസ്കാരിക നിലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പേര് മാറ്റി ഇസ്ലാമികവൽക്കരണത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണം ശക്തം. കോംട്രസ്റ്റ് മുതൽ ടൗൺ ഹാൾ വരെയുള്ള റോഡിനെ പ്രമുഖ സാഹിത്യകാരൻ
ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ എന്നുള്ള പേര് മാറ്റി UA ഖാദർ റോഡ് എന്നാക്കിയതിൽ പ്രതിഷേധം. നേരത്തെ തളി ക്ഷേത്ര പരിസരത്തെ ജൂബിലി ഹാളിന്റെ പേര് മാറ്റി അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് മെമ്മോറിയൽ എന്ന് ആക്കിയതിലും വിമർശനം ശക്തമായിരുന്നു. 1997 കോംട്രസ്റ്റ് മുതൽ ടൗൺ ഹാൾ വരെയുള്ള ഈ റോഡിന് ഉറൂബ് റോഡ് എന്ന് പേരിട്ടത്. സാഹിത്യ നഗരത്തിന് ഏറ്റവും അനുയോജ്യമായ പേര്. എന്നാൽ ഈ പേരുമാറ്റത്തിന് പിന്നിൽ കോർപ്പറേഷന്റെ ചില അജണ്ടകളുണ്ടെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. കോംട്രസ്റ്റ് മുതൽ ടൗൺ ഹാൾ വരെയുള്ള റോഡ് ഇനി മുതൽ അറിയപ്പെടുക UA ഖാദർ എന്ന പേരിലായിരിക്കും. മെയ് 28 ചേർന്ന കൌൺസിലിലായിരുന്നു UA ഖാദറിന്റെ പേരിടാനുള്ള തീരുമാനം. വലിയങ്ങാടി വാർഡ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് അജണ്ട കൌൺസിലിൽ എത്തിയത്. 205 അജണ്ടകളുമായി എത്തിയ കൌൺസിലിൽ 174 അജണ്ടയായിരുന്നു പേരുമാറ്റം. എന്നിട്ടും കോർപ്പറേഷൻ അനുമതി നൽകി. പുനർനാമകരണമല്ലെന്ന പ്രതിപക്ഷാംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു കോർപ്പറേഷന്റെ നീക്കം. പലതവണ റോഡിൽ ഉറൂബിന്റെ പേരുള്ള ബോർഡ് സ്ഥാപിച്ചിരുന്നു. പക്ഷേ അതെല്ലാം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ക്രൗൺ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് പോകുന്ന കിഴക്കോട്ട് തിരിയുന്ന ആ മൂലയെ തൊട്ടിട്ട് എൻ്റെ പേര് ഉറൂബ് റോഡ് എന്നായിരുന്നു. അപ്പോൾ അത് ഒരു 2 ആഴ്ച കൊണ്ട് ലോറി ഒന്ന് തട്ടിയാന്ന് പറയുന്നു, അല്ല സാമൂഹ്യ വിരുദ്ധന്മാർ നശിപ്പിച്ചാണെന്ന് പറയുന്നു. ആ ബോർഡ് വെച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു മറ്റേ ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡും സാമൂഹ്യ വിരുദ്ധർ എന്നുള്ള പേര് പറയുന്നവർ നശിപ്പിച്ചു. അത് പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ കോർപ്പറേഷൻ്റെ അടുത്ത് ഞാനും അതുപോലെ ഉറൂബ് സാംസ്കാരിക സമിതിയുടെ ആളുകളും ഒക്കെ പല സമയത്തായിട്ട് അവിടുത്തെ കൗൺസിലർമാരെയും അതുപോലെ മേയർമാരെയും കോർപ്പറേഷൻ്റെ പ്രധാന ആളുകളൊക്കെ തന്നെ അത് ധരിപ്പിച്ചിരുന്നു. പക്ഷെ അവർക്കെന്തോ വലിയ കാര്യം തോന്നിയില്ലായിരിക്കും. അവരൊന്നും യാതൊരു താല്പര്യം എടുത്തില്ല. കോർപ്പറേഷന്റെ കീഴിൽ നടക്കുന്ന ഈ പേരുമാറ്റം അതൊറ്റപ്പെട്ട സംഭവമല്ല. ജൂബിലി ഹാളിന്റെ പേരുമാറ്റി മുഹമ്മദ് സാഹിബ് മെമ്മോറിയൽ എന്നാക്കിയിരുന്നു. തളി ക്ഷേത്ര പരിസരത്തെ ഉദ്യാനത്തിന് നൌഷാദ് പാർക്ക് എന്നും പേരുമാറ്റി. സാഹിത്യകാരൻ UA ഖാദറിന്റെ പേരിടുന്നതിലല്ല പ്രശ്നം. ഉറൂബിന്റെ പേരുമാറ്റി ആ റോഡിന് തന്നെ UA ഖാദറിന്റെ പേരിടുന്നതിലാണ് പ്രശ്നവും പ്രതിഷേധവും ഉയരുന്നത്. ജനം, കോഴിക്കോട്. വ്യാജ പരാതിയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പാലോട് ഇടിഞ്ഞാർ സ്വദേശി സന്ദീപിനെയാണ് പോലീസ് മർദ്ദിച്ചത്. പാലോട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് മർദ്ദിച്ചതെന്ന് സന്ദീപ് വ്യക്തമാക്കി. ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്തിനാണ് അവരെ ചീത്ത വിളിച്ചതെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. അവൻ പറഞ്ഞ് ചീത്ത വിളിക്കാതെ എന്തിനാണ് അവരിവിടെ പരാതി കൊണ്ട് തരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങൾ അന്ന് അന്വേഷിച്ച് നോക്കണം, അവിടെ വന്ന് അന്ന് അന്വേഷിച്ച് നോക്കണം, വഴി എൻ്റെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ട് വഴിയാണെന്നാണ് പറഞ്ഞേക്കണം. അപ്പോഴത്തേക്ക് അവർ ഒന്നും തിരക്കാതെ പോലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഇവിടെ ഒരു മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു, സാറേ ഇല്ല, ഞാൻ മാപ്പ് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പറഞ്ഞു വിടുകയും ചെയ്തിട്ട് എന്നെ വിളിച്ച് അകത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞ്, യൂണിഫോം ഇട്ട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ വയ്യാത്തെന്നും പറഞ്ഞ് അതിനെ ആ സ്റ്റേഷനകത്തുനിന്ന് വേറൊരു റൂമിലോട്ട് കൊണ്ടുപോയി എന്നെ അടിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു സന്ദീപിനെതിരെ അയൽവാസി പാലോട് പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി നൽകുന്നത്. പരാതിയിൽ ഒരു അന്വേഷണവും നടത്താതെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മർദ്ദിക്കുകയായിരുന്നു എന്ന് സന്ദീപ് പറയുന്നു. എൻ്റെ എതിർഭാഗം പറയുന്ന അവരെ എൻ്റെ പേരിൽ പരാതി കൊടുത്ത് അവർ വന്ന് എന്നെ നേരെ അവരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് കാര്യം ചോദിച്ചു. അവരെ ഞാൻ ചീത്ത പറഞ്ഞു എന്നും പറഞ്ഞെടുക്കണം. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവർ കയറി വന്ന് ഈ അവർ വന്ന് പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞു കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. അതിനുശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞു മാപ്പ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടില്ല, മാപ്പ് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ചെയ്യാത്ത കാര്യമല്ലേ, എന്തിനാ മാപ്പ് പറയണേന്ന് ഞാൻ ചോദിച്ചു. അവരൊന്ന് തിരക്കി ഇവിടെ വന്ന് അന്വേഷിക്കുക, എൻ്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്കുക, അല്ല ഇവിടെ ആരുടെ അടുത്ത് ഒന്നും ചോദിക്കാതെയാണ് വിളിച്ചു വരുത്തി അവിടെ കൊണ്ടുവന്നു. അപ്പം അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, വേറെ കുഴപ്പമില്ല, ഇവൻ്റെ കാര്യം ഞങ്ങളെ നോക്കിക്കോളാമെന്നും പറഞ്ഞ് വിളിച്ചകത്തുകൊണ്ട് പോയിട്ട്. മർദ്ദനത്തെ തുടർന്ന് പാലോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെങ്കിലും തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ചികിത്സ തേടാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് സന്ദീപും കുടുംബവും. മർദ്ദനത്തിനെതിരെ മുഖ്യമന്ത്രിക്കും പട്ടികജാതി മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് സന്ദീപും കുടുംബവും. കരുത്തും കരുതലുമാകേണ്ടവരാണ് കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥർ. നീതി നടപ്പിലാക്കേണ്ടവരാണ്. സാധാരണക്കാരന്റെ നീതിയെ കവർന്നെടുക്കുന്നവരല്ല പോലീസുകാരെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പാലോട് നിന്നും ക്യാമറമാൻ രഞ്ജിത് മോഹനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.